വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRV ജനറൽ സയൻസിലെ ഫിസിക്സിൽ ലൈറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 6ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലെൻസ് ഉണ്ടല്ലോ, ആ ലെൻസിലെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ആ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ ലെൻസ് ഫോർമുലയും മാഗ്നിഫിക്കേഷനും എന്താണെന്നുള്ളതും നമ്മൾ പറയും. അപ്പോൾ നമുക്കറിയാം ഈ ലെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഉള്ളത് അല്ല. ഏതൊക്കെയാണത്? കോൺ വെക്സ് ലെൻസ് അല്ല ഇങ്ങനെ ഇരിക്കുന്നത്, പിന്നെ വരുന്നത് കോൺ കേവ് ലെൻസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൽ കോൺവെക്സ് ലെൻസുകൾ നമ്മൾ വിളിക്കുന്ന പേര് കൺവേർജിങ് ലെൻസ് ആണ്. കാരണം എന്ത് ചെയ്യും, അത് ലൈറ്റ് റേസിന് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. കോൺ കേവ് ലെൻസിൽ നമ്മൾ വിളിക്കുന്നത് എന്തുവാണ്? ഡൈവേർജിങ് എന്നാണ്. കാരണം അത് എന്ത് ചെയ്യും, ലൈറ്റിന് ദൂരേക്ക് പോകും. അപ്പോൾ ഈ പറയുന്ന ലെൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെൻസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണേ. ഒരു ലെൻസ് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത്, ഇത് ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല, ലെൻസിൻ്റെ നടുക്കുള്ള പോയിന്റ് നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഒപ്റ്റിക് സെൻറ്റർ. ഈ ഒപ്റ്റിക് സെൻറ്റർ നമ്മളിങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ അത് പഴയ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു ലൈറ്റ് റേ വന്ന് തട്ടിയിട്ട് വന്ന് ചേരുന്ന പോയിൻ്റാണ് എന്ത്? ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക് സെൻറ്ററോട്ട് ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഈ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇരട്ടി ദൂരമാണ് എന്തെന്ന് പറയുന്നത്? 2f എന്ന് പറയും. നമ്മൾ അവിടെ എന്ത് വിളിച്ചു? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് മിററിൽ വിളിച്ച കാര്യം ഇവിടെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നിട്ട് 2f എന്ന് വിളിക്കും. ഇനി കണ്ണാടിയെ പോലെ അല്ല, ലെൻസിന് ഇടതുവശത്തും വലതുവശത്തൂടെ ലൈറ്റ് വന്നാലും അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്, നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടതുവശത്തും വലതുവശത്തും എന്താണ് ഈ പറയുന്ന ഫോക്കസും അതുപോലെ തന്നെ എന്താണ് 2f മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലെൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസിനെ പറ്റി പറയുന്നത്. ഇത് മിററിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും നോട്ടായിട്ട് ഇട്ടിട്ട് ഇത് പറയാത്തത്. സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന ഓരോ പൊസിഷനിലും നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഇമേജുകളുടെ പ്രോപ്പർട്ടീസിലും വ്യത്യാസം ഉണ്ടാകും. അവിടെ പഠിച്ച പോലെ തന്നെ ഇമേജ് രണ്ട് തരത്തിലാണുള്ളത്, റിയൽ ഇമേജും വെർച്വൽ ഇമേജും. ലൈറ്റ് റേസ് ആക്ച്വലി വന്ന് കൂടിച്ചേരുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് റിയൽ ഇമേജ്. നമ്മളിപ്പോൾ ഈ കോൺ കേവിനകത്ത് നമ്മൾ പഠിക്കുന്ന പോലെ എന്താണ്, ലൈറ്റ് റേ വന്ന് തട്ടിയിട്ട് ദൂരേക്ക് പോകുമ്പോൾ നമ്മൾ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നതെങ്കിൽ അത് വെർച്വൽ ഇമേജ്. റിയൽ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും, വെർച്വൽ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റത്തില്ല. റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? തലകുത്തനെ ആയിരിക്കും. അതുമാത്രമല്ല അതെന്തായിരിക്കും, നമുക്കെങ്ങനെ പറയാം, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറയാം. വെർച്വൽ ഇമേജ് ആണെങ്കിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇതുപോലെ നേരെ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ മിററിൽ പഠിച്ച അതുപോലെ തന്നെയാണ് ഇവിടെയും, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് ഒബ്ജക്റ്റിനെ വയ്ക്കുമ്പോഴും ഇമേജിനുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? റേ ഡയഗ്രം ഉപയോഗിക്കും. അപ്പോൾ നമ്മളൊരു ലെൻസിൽ റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ 3 റേസാണ് എടുക്കുന്നത്. ഒന്ന്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി പോകുന്ന റേസ്. ഉദാഹരണത്തിന് ഈ റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? ഒരു പോയിന്റിലേക്ക് വന്ന് ചേരും. അത് പിന്നെ ഒരു കോൺ കേവ് എന്താണെങ്കിൽ എന്ത് പറ്റും? വരുന്ന റേസ് ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും. രണ്ട് കേസായാലും നമ്മൾ പറയുന്ന പോയിന്റ് കോൺ വെക്സ് ലെൻസിനകത്ത് എന്ത് പറ്റും? ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യും, ആ പോയിന്റാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺ കേവ് ലെൻസ് ആണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തട്ടുന്ന പോയിന്റാണ് എന്ത്? ഫോക്കസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കോൺ വെക്സ് ലെൻസിനകത്ത് വലതുവശത്തുള്ള റിയൽ ഫോക്കസ് ഉണ്ടായിരിക്കും, കോൺ കേവ് ലെൻസിലാണെങ്കിൽ ഇടതുവശത്തുള്ള വെർച്വൽ ഫോക്കസ് ഉണ്ടായിരിക്കും. കാര്യങ്ങൾ അറിയാമല്ലോ. 2, നമ്മൾ പറയുന്ന റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? പാരലായി പോകും. ഇപ്പോൾ ഉദാഹരണം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ വരുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? പാരലായിട്ട് പോകും. ആർക്ക് പാരലൽ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന ഇതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇതിന് നേരെ വരുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ആക്സിന് നേരെയായിട്ട് പോകും. രണ്ടാമത്തെ റേ. മൂന്നാമത്തേന്ന് വെച്ചാൽ ഒപ്റ്റിക് സെൻറ്റർ നേരെ ഒരു റേ വന്നാൽ അത് വിത്തൗട്ട് എനി ഡീവിയേഷൻ കടന്നു പോകും. എന്ന് വെച്ചാൽ ഒപ്റ്റിക് സെൻറ്റർ നേരെയാണ് റേ വരുന്നതെങ്കിൽ അത് അതുപോലെ തന്നെ യാതൊരുവിധ റിഫ്രാക്ഷൻ നടക്കാതെ കടന്നു പോകും. ഈ 3 റേസിൻ്റെയും സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ റേ ഡയഗ്രം ഉപയോഗിച്ച് പല പൊസിഷനിലുണ്ടാകുമ്പോൾ ഇമേജിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ പഠിക്കാനും പറ്റും. ഇത് ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്.
അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? പാരലൽ റേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാരലൽ റേസ് വന്ന് ലെൻസിൽ തട്ടിയാൽ എന്ത് പറ്റും? നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി വരുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ദേ വിൽ കൺവേർജ് അറ്റ് എ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ദ ഫോക്കസ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഉണ്ടാകുന്നത് ഫോക്കസിലായിരിക്കും. ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു റിയൽ ഇമേജ് ആയിരിക്കും. അതെപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. എന്തായിരിക്കും? അതൊരു പോയിന്റ് സൈസ് ആയിരിക്കും. അതെന്തായിരിക്കും? അത് പോയിന്റ് സൈസ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കുകയാണ്? ബിയോണ്ട് 2f വയ്ക്കുകയാണ്. എവിടെ വയ്ക്കുകയാണ്? ബിയോണ്ട് 2f എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസ് എങ്കിൽ, ഇതാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ, ഇതാണ് നമ്മുടെ 2f എങ്കിൽ 2fൻ്റെ ഇപ്പുറത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാ കണ്ടോ, 2f അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഒബ്ജക്റ്റ് വച്ചു. ഒബ്ജക്റ്റിൽ നിന്നും ഒരു റേ വന്നു, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് ഫോക്കസിൽ കൂടെ കടന്നുപോയി. രണ്ടാമത്തെ റേ ഒപ്റ്റിക് സെൻറ്ററിന് നേരെ വന്നു. ആറ് നേരെ വന്നു? ഒപ്റ്റിക് സെൻറ്ററിന് നേരെ വന്നു. വിത്തൗട്ട് എനി ഡീവിയേഷൻ അത് കടന്നുപോയി. രണ്ടും കൂടെ മീറ്റ് ചെയ്തതായി ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. ഈ കിട്ടുന്നതാണ് ഇമേജ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ഇമേജ്. ഇത് എവിടെയാണ് കിട്ടിയത്? എഫിനും 2fനും ഇടയിലായിട്ട്. അപ്പോൾ ബിയോണ്ട് 2f നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ആദ്യം പറയുന്ന പോലെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ ഇമേജ് എന്തായിരിക്കും? അത് റിയൽ ഇമേജ് ആയിരിക്കും. അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അതെന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ ചെറുതായിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അറ്റ് 2f ഒബ്ജക്റ്റിനെ വയ്ക്കുന്നു. എവിടെ വയ്ക്കുന്നു? അറ്റ് 2f ഒബ്ജക്റ്റിനെ വയ്ക്കുന്നു. അതായത് ഈ പറയുന്ന അറ്റ് 2fൽ നമ്മൾ ആരെ വെച്ചു? ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഒരു റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നു, ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫോക്കസിൽ കൂടെ പോയി. രണ്ടാമത്തേത് ഒപ്റ്റിക് സെൻറ്ററിന് നേരെ പോയി, വിത്തൗട്ട് എനി ഡീവിയേഷൻ പോയി. ഇമേജ് എവിടെ ഉണ്ടായി? കൃത്യം 2fൽ ഉണ്ടായി. അപ്പോൾ 2fൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഉണ്ടാകുന്നത് എവിടെ തന്നെ ആയിരിക്കും? 2fലായിരിക്കും. ആ ഇമേജ് എന്തായിരിക്കും? അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. അടുത്ത കേസ് എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കുന്ന? ഒബ്ജക്റ്റ് നമ്മൾ എവിടെ വയ്ക്കുന്നു? ബിറ്റ്വീൻ 2f ആൻഡ് f. ഓക്കെ, എന്താണ്? ബിറ്റ്വീൻ 2f ആൻഡ് f നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു. എന്ത് പറ്റി? നേരെ വന്നു, ഫോക്കസിൽ കൂടെ കടന്നുപോയി. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വന്നു, നേരെ പോയി. എവിടെയാണ് ഇമേജ് ഉണ്ടായത്? 2f കഴിഞ്ഞുണ്ടായി. ഇപ്പോൾ 2f കഴിഞ്ഞുണ്ടായാൽ നമ്മൾ എന്ത് പറയും? ഇമേജ് എവിടെയാണ് ഉണ്ടായത്? ഇമേജ് ഉണ്ടായത് ബിയോണ്ട് 2f ആണ്. എവിടെയാണ്? ബിയോണ്ട് 2f ആണ്. അതും ഒരു റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അത് വലിയ ഇമേജ് ആയിരിക്കും അല്ലേ? ഒബ്ജക്റ്റിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇമേജ് എന്ന് പറയുന്ന വലുതല്ലേ? അപ്പോൾ എന്താണത്? അത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. എന്തായിരിക്കും അത്? എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് കേസ് കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യം വെച്ചത് എവിടെ? ഇൻഫിനിറ്റി വെച്ചു, ബിയോണ്ട് 2f വെച്ചു, 2fൽ വെച്ചു, ബിറ്റ്വീൻ 2f ആൻഡ് f വെച്ചു. അപ്പോൾ അടുത്ത് എവിടെ ആയിരിക്കും വയ്ക്കുന്നത്? എഫിലായിരിക്കും വയ്ക്കുന്നത് അല്ലേ? എവിടെയായിരിക്കും വയ്ക്കുന്നത്? എഫ്. അപ്പോൾ നമ്മൾ എന്താണ്? അറ്റ് ദ ഫോക്കസ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു. ഫോക്കസിൻ്റെ അവിടെ ഒബ്ജക്റ്റിനെ വെച്ചു. ഒരു റേ വന്നു, നേരെ കടന്നുപോയി. രണ്ടാമത്തെ റേ വന്നു, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോയി. രണ്ടും പരസ്പരം എന്താണ്? പരസ്പരം പാരലൽ ആയിട്ടുള്ള റേ ആണ് ഉണ്ടായത്. അപ്പോൾ പാരലൽ റേ മീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മൾ പറയും പാരലൽ റേസ്. നമ്മൾ പറഞ്ഞല്ലോ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒബ്ജക്റ്റിൻ്റെ റേസ് പാരലൽ. അപ്പോൾ പാരലൽ റേസ് എവിടെ പോയി മീറ്റ് ചെയ്യും? അതെവിടെ പോയി മീറ്റ് ചെയ്യും? അത് ഇൻഫിനിറ്റിയിൽ പോയിട്ട് മീറ്റ് ചെയ്യും. ഇവിടെ പോയി മീറ്റ് ചെയ്യും, ഇൻഫിനിറ്റി പോയിട്ട് മീറ്റ് ചെയ്യും. അവിടെ ഉണ്ടാകുന്നതും റിയലും ഇൻവേർട്ടഡും ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതെന്തായിരിക്കും? അത് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് കേസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കുകയാണ്? നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കിയേ, കണ്ടോ? ഒബ്ജക്റ്റ് നമ്മൾ എഫിനും ഓയ്ക്കും ഇടയിൽ വയ്ക്കുന്നു. എവിടെ വയ്ക്കുന്നു? എഫിനും ഓയ്ക്കും ഇടയിൽ വയ്ക്കുന്നു അല്ലേ? അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താ? നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിന് ഫോക്കസ് ഇടയിൽ വയ്ക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേ നേരെ വരും, അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. അടുത്ത ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി വരും, നേരെ പോകും. രണ്ടും പരസ്പരം എങ്ങനെ പോകുന്ന റേസാണ്? ദൂരെ പോകുന്ന റേസാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ഡൈവേർജിങ് റേസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും?
ഡൈവേർജിങ് റേസ് എന്ന് വിളിക്കും. അപ്പോൾ ഡൈവേർജിങ് റേസ് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകത എന്താണ്? ഡൈവേർജിങ് റേസ് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. സോ നമ്മൾ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ബാക്കിലായിട്ട് എന്ത് കിട്ടും? ഒരു ഇമേജ് കിട്ടും. ഇതെന്ത് ഇമേജാണ്? പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഇമേജ് എപ്പോഴും എന്ത് ഇമേജ് ആയിരിക്കും? അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. എന്തായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. അതെപ്പോഴും എന്തായിരിക്കും? നേരെ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അതെന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇമേജ് ഫോർമേഷൻ 4 കേസ്. ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാനല്ലല്ലോ പോകുന്നത്. ഒന്ന് ഓർത്തിരുന്നാൽ മതി, നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇത് നമുക്ക് കിട്ടും. ഇനി ഇത് ഓർത്ത് വയ്ക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, നമ്മളൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ലൈൻ വരയ്ക്കുക, നടുക്ക് ലെൻസ് ഉള്ളതായിട്ട് വരയ്ക്കുക. ഇവിടെ എഫ് മാർക്ക് ചെയ്യുക, ഇവിടെ 2F മാർക്ക് ചെയ്യുക, ഇവിടെ എഫ് മാർക്ക് ചെയ്യുക, ഇവിടെ 2F മാർക്ക് ചെയ്യുക. ഫസ്റ്റ് കേസ്, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിൽ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിൽ, ഒപ്റ്റിക് സെൻറ്റർ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിൽ, ഇമേജ് ഉണ്ടാവുന്നത് ഫോക്കസ്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 2Fൽ, ഇമേജ് ഇരിക്കുന്നത് ബിറ്റ്വീൻ F ആൻഡ് 2F. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 2Fൽ, ഇമേജ് ഇരിക്കുന്നത് 2Fൽ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 2Fനും F1നും ഇടയ്ക്ക്, ഇമേജ് ഇരിക്കുന്നത് ബിയോണ്ട് 2F. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് Fൽ, ഇമേജ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിൽ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് Fനും Oയ്ക്കും ഇടയിൽ. ഇനി അങ്ങോട്ട് വരയ്ക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് വരും? സെയിം സൈഡിൽ ഇമേജ് വരും. അതായത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറും തോറും ഇമേജിൻ്റെ പൊസിഷനും ഇങ്ങോട്ട് മാറും. മാറി മാറി ഇനി പോകാൻ സ്ഥലമില്ല. ഇൻഫിനിറ്റി കഴിഞ്ഞാൽ പിന്നെ സ്ഥലമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ വശത്ത് വരും. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം ടേബിളാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഫോക്കസിൽ ഇമേജ്. ബിയോണ്ട് 2Fൽ ഒബ്ജക്റ്റ് ഇരുന്നാൽ ബിറ്റ്വീൻ F ആൻഡ് 2F ഇമേജ്. അറ്റ് Fൽ ഇമേജ് ഇരുന്നാൽ അറ്റ് 2Fൽ ഇമേജ്. F ആൻഡ് 2F ആണെങ്കിൽ ബിയോണ്ട് 2F. ഫോക്കസിലാണെങ്കിൽ ഇൻഫിനിറ്റി. ബിറ്റ്വീൻ F ആൻഡ് O ആണെങ്കിൽ സെയിം സൈഡിലായിരിക്കും കാണുന്നത്. ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ച് വിട്ടോളണം, ഓർമ്മയിരിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? കോൺകേവ് ലെൻസിലോട്ടാണ്. കോൺകേവിൻ്റെ പ്രത്യേകത അത് ഡൈവേർജിങ് ആണ്. അതായത് വരുന്ന റേസിന് അത് എന്ത് ചെയ്യും? തട്ടി ദൂരേക്ക് വിടും. അപ്പോൾ വരുന്ന റേസിനെ എങ്ങനെ വിടും? തട്ടി ദൂരേക്ക് വിടും. അപ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ വരുന്ന റേസ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിരിക്കും. അത് തട്ടി എങ്ങോട്ടോ പോകും. അപ്പോൾ നമ്മൾ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ഇമേജ് കിട്ടും? ഫോക്കസിൽ ഇമേജ് കിട്ടും അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് ഇവിടെ ഉണ്ടാവും 2Fൽ ഉണ്ടാവും. ഇമേജ് ഇവിടെ ഉണ്ടാവും, ഫോക്കസിലുണ്ടാവും. വെർച്വൽ ഇമേജ് ആയിരിക്കും, അത് ഇറക്റ്റ് ആയിരിക്കും, അത് പോയിന്റ് സൈസ് ആയിരിക്കും. ആകെ ഒറ്റ കേസ് പഠിച്ചാൽ മതി അല്ലേ? അറ്റ് എനി പോയിന്റ് അതർ ദാൻ ഇൻഫിനിറ്റി. ഈ ഇൻഫിനിറ്റി അല്ലാതെ മറ്റേതെങ്കിലും പോയിന്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അല്ലേ, അറ്റ് എനി പോയിന്റ് അതർ ദാൻ ഇൻഫിനിറ്റി ആണ് ഇരിക്കുന്നതെങ്കിൽ ഒറ്റ ഡയഗ്രേ പഠിക്കാവുള്ളൂ. ഒബ്ജക്റ്റിനെ വരയ്ക്കുക, ഒരെണ്ണം നേരെ പോകും, അതെന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. മറ്റൊന്ന് ഒപ്റ്റിക് സെൻറ്ററിന് നേരെ പോകും, അതേ വഴി തിരിച്ചു പോകും. അപ്പോൾ മീറ്റ് ചെയ്യോ? ഇല്ല. പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യും, ഇവിടെ ഇമേജ് കിട്ടും. എന്ത് ഇമേജ്? വെർച്വൽ ഇമേജ്, ഇറക്റ്റ് ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരു ചോദ്യമൊക്കെ അല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മൾ കാണാതിരുന്ന് പഠിക്കേണ്ട, ഓർത്ത് വയ്ക്കുക. നമ്മൾ വന്നാൽ നമ്മൾ മറന്നുപോയതിൻ്റെ പേരിൽ നമുക്ക് ഈ ചോദ്യം നഷ്ടപ്പെടരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിലുണ്ടാവും. എനി പോയിന്റ് അതർ ദാൻ ഇൻഫിനിറ്റിയിലാണെങ്കിൽ എവിടെ പറ്റും? ബിറ്റ്വീൻ F ആൻഡ് O അല്ലേ? ബിറ്റ്വീൻ F ആൻഡ് O. കണ്ടോ, ഇവിടെ കണ്ടോ, ബിറ്റ്വീൻ F ആൻഡ് O. ഇത് ഇവിടെ ആയിട്ട് ഇമേജ് എപ്പോഴും കിട്ടും. ഇതാണ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ് ലെൻസിലെ എന്തെന്ന് പറയുന്നത്? റേ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഈ റേ ഡയഗ്രത്തിന് സഹായം ഒന്നുമില്ലാതെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലെൻസ് ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെൻസ് ഫോർമുല എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കഴിഞ്ഞ മിററിൽ നമ്മൾ പഠിച്ചു. ഇമേജ് ഇരിക്കുന്ന ദൂരം, ഇമേജ് ഡിസ്റ്റൻസ് മിററിൽ നമ്മൾ പഠിച്ചു. ഫോക്കസ് ഒബ്ജക്റ്റ് സെൻറ്റർ വരെയുള്ള ദൂരം, ഫോക്കൽ ലെങ്ത്, ഇവർ തമ്മിലുള്ള റിലേഷനാണ് എന്ത്? മിറർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ലെൻസ് ഫോർമുല പറയുന്നത് എന്താണ്? 1/f എന്ന് പറയുന്നത് എപ്പോഴും 1/vയിൽ നിന്നും 1/u കുറച്ചാൽ മതി. അവിടെ മിററിൻ്റെ കേസിൽ എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു. ലെൻസിൽ വരുമ്പോൾ എന്താവും? മൈനസ് ആവും. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇങ്ങനെ ഉണ്ടായ ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാളും വലുതാണോ ചെറുതാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ടേമാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്?
എം എന്നാണ് അല്ലേ. മാഗ്നിഫിക്കേഷൻ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന വാല്യൂ ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതിൻ്റെ മറ്റൊരു ഫോർമുല എന്താണ്? അത് വി ബൈ യു ആണ്. മിററിൻ്റെ കേസിൽ എന്തായിരുന്നു? എം ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്താണ്? മൈനസ് ഇല്ല. അപ്പോൾ കണ്ടോ, ലെൻസിൻ്റെ ഫോർമുലയിൽ മൈനസ് വന്നു, അതായത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല മൈനസ് വന്നു, മാഗ്നിഫിക്കേഷനിൽ നിന്ന് മൈനസ് പോയി. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. മറ്റതുപോലെ തന്നെയാണ് എന്താണ്? ഒന്നിന് ഈക്വൽ ആകാം, ഒന്നിനേക്കാളും ചെറുതാകാം, ഒന്നിനേക്കാളും വലുതാകും. അവിടുത്തെ അതേ ലോജിക്ക് തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇത് വലിയൊരു ടോപ്പിക്കാണെങ്കിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ അധികം വന്ന് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാതെ ഞാൻ പോയത്. പക്ഷേ പഠിപ്പിക്കാതെ പോയാൽ നിങ്ങൾ പിന്നീട് പറയും അത് പഠിപ്പിച്ചിട്ടില്ലെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഓടിച്ചതൊന്ന് ഓർത്ത് വയ്ക്കാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്തത്. ഫോർമുലാസൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇവിടുന്ന് ഒരുപാട് പ്രീവിയസ് ചോദ്യം വന്നിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ട് കിട്ടാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.